കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിയെത്തി. ഫയസ്റ്റൺ കോൺവെന്റിൽ ഒരു കന്യാസ്ത്രീ കിണറിൽ മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത. അതറിഞ്ഞ് പോലീസ് സംഭവ സ്ഥലത്തേക്കെത്തി. പോലീസ് ക്രൈം സ്പോട്ട് സന്ദർശിച്ച് എഴുതിയ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സിസ്റ്റർ അഭയ 3-ാം നിലയിലെ മുറിയിലായിരുന്നു താമസം. രാത്രിയിൽ വെള്ളം കുടിക്കാനായി താഴത്തെ നിലയിലെ അടുക്കളയിലേക്ക് പോയ അഭയ തിരിച്ചു മുറിയിലേക്ക് എത്തിയില്ല. രാവിലെ പ്രാർത്ഥനയ്ക്ക് അഭയയെ കാണാതിരുന്നപ്പോൾ അന്വേഷണം ആരംഭിച്ചു. അടുക്കളയിലെ ഫ്രിഡ്ജ് പാതി തുറന്ന നിലയിലായിരുന്നു. അഭയയുടെ ശിരോവസ്ത്രം അടുക്കളയുടെ കതകിൽ ഉടക്കിക്കിടക്കുന്നു. വെള്ളമുള്ള പ്ലാസ്റ്റിക് കുപ്പി അടുക്കളയിൽ വീണു കിടക്കുന്നു. ഒരു ചെരുപ്പ് അടുക്കളയിലും മറ്റൊന്ന് കിണറിനടുത്തും കണ്ടെത്തി. അടുക്കള വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലാണെന്നതും ദുരൂഹത വർദ്ധിപ്പിച്ചു. അടുക്കളയുടെ വാതിൽ മുതൽ കിണർ വരെയുള്ള ഭാഗങ്ങൾ അലങ്കോലമായി കിടക്കുന്നു. ഫയർഫോഴ്സിന്റെ പരിശോധനയിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. 17 ദിവസമാണ് ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചത്. അഭയയുടെ അമ്മ മാനസിക രോഗിയാണെന്നും അഭയയും ഡിപ്രഷൻ ഗുളികകൾ കഴിച്ചിരുന്നുവെന്നും പറഞ്ഞ ലോക്കൽ പോലീസ് അഭയ ആത്മഹത്യ ചെയ്തതാണ് എന്ന് തീർച്ചപ്പെടുത്തി. പക്ഷേ അഭയയുടെ മാതാപിതാക്കളും പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരക്കിലും അഭയയുടെ സഹപ്രവർത്തകനായ കന്യാസ്ത്രീകളും അഭയ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു.